അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1396 ഖണ്ഡികയാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം ആത്മാവിൽ ഞാൻ ശ്രവിച്ചു. വിശുദ്ധ പറയുകയാണ്, ഓ പാപികൾ എൻ്റെ കരുണയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും അധികം പേർ നശിച്ചു പോവുകയില്ലായിരുന്നു. പാപികളുടെ ആത്മാക്കളോട് എൻ്റെ അടുക്കൽ വരാൻ അല്പം പോലും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുക. എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് അവരോട് സംസാരിക്കുക. ദൈവം എന്നോട് അരുളി ചെയ്തു, ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്താൽ ഞാൻ മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നീ എന്നെ ആശ്വസിപ്പിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും പ്രീതികരമായ പ്രാർത്ഥന. എൻ്റെ മകളെ അറിയുക, ഈ പ്രാർത്ഥന എപ്പോഴും കേൾക്കപ്പെടുകയും അവയ്ക്ക് പ്രത്യുത്തരം നൽകപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു വലിയ സങ്കടമാണ് എന്ന് ഫൗസ്റ്റീന പറയുന്നത്. പാപികൾ എൻ്റെ കരുണയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും പേർ നശിച്ചു പോവുകയില്ലായിരുന്നു. പാപികളായ ആത്മാക്കളോട് എൻ്റെ അടുക്കൽ വരുവാൻ അല്പം പോലും ഭയപ്പെടേണ്ടതില്ലെന്ന് പറയുക. എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് അവരോട് സംസാരിക്കുക. ഏറ്റവും വലിയ പാപിക്ക് കർത്താവിൻ്റെ കരുണയിൽ 1-ാം സ്ഥാനം എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി നമുക്കറിയാം. ആത്മാക്കളുടെ നഷ്ടത്താൽ മരണതുല്യമായ ദുഃഖമാണ് ഈശോ അനുഭവിക്കുന്നതാണ് വിശുദ്ധിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈശോ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈശോയ്ക്ക് ഏറ്റവും സന്തോഷകരവും പ്രീതികരമായ പ്രാർത്ഥനയെന്നാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ലോകം പാപത്തിന്റെ മാക്സിമത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും നമ്മൾ കാണുന്നത് അശുദ്ധിയും തിന്മയും പ്രലോഭനങ്ങളും ഒക്കെ ജീവിതങ്ങളെ താറുമാറാക്കുന്നതാണ്. ക്ഷമിക്കാൻ പറ്റാതെ, സ്നേഹിക്കാൻ പറ്റാതെ, വെറുപ്പോടെയും വിദ്വേഷത്തോടെയും വൈരാഗ്യത്തോടും പകയോടും ഒക്കെ എത്രയെത്ര ജീവിതങ്ങളാണ് ഓരോ ദിവസവും നമുക്കറിയാം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഈശോ നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നൊരു കാര്യം, പാപികളുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ മരണതുല്യമായ വേദന അനുഭവിച്ചുകൊണ്ട് ഈശോ പറയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ പാപിക്കാണ് കരുണയിൽ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ അവകാശമെന്ന് പറയുക. കർത്താവിന്റെ കരുണയെക്കുറിച്ച് മനസ്സിലാക്കുന്ന പാപികൾ ഇത്രയും അധികം പേർ നശിച്ച് പോവുകയില്ലായിരുന്നു ഈശോ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ പലതരത്തിലുള്ള അശുദ്ധിയിലും തിന്മയിലും പാപത്തിന്റെ ബന്ധനത്തിലും അതിന്റെ അടിമത്തത്തിലുമാണ്. ഇവിടെ കർത്താവിന്റെ കരുണയ്ക്ക് ഓരോ ആത്മാക്കളെ സ്വന്തമാക്കാനുള്ള ഒരു ദാഹമുണ്ട്. അതിന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നമ്മളാണ്. നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ പ്രാർത്ഥന വഴി, പരിത്യാഗം വഴി, പ്രായശ്ചിത്തം വഴി, നമ്മൾ ചെയ്യുന്ന ചെറിയ ആത്മീയ ശുശ്രൂഷകൾ വഴി അനേകരം ഈശോ സ്പർശിക്കുന്നു, അവർക്ക് വേണ്ട കൃപ കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക. ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ കരുണയെ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റുപറയാം, ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.